ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും അതായത് മത തീവ്രവാദികളുടെയും സ്ട്രാറ്റജി എന്തായിരുന്നു, എന്തിൻ്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ആരാണ് ട്രാപ്പ് ചെയ്തത്, പിന്നീട് ഓരോ അതിൻ്റെ എപ്പിസോഡ് കാണുമ്പോഴും പിന്നീട് നടക്കുന്ന ഡെവലപ്മെൻറ്റ് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രി മുസ്ലിം ലീഗിൻ്റെ ഹൈ പവർ കമ്മിറ്റി കൂടിയിട്ട് അതിൽ വി.ഡി. സതീശനെതിരെ ശക്തമായ, അതായത് അയാൾക്കെതിരെ നിലപാട് സ്വീകരിക്കണം. അറിയാൻ സാധിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ സീനിയറായിട്ടുള്ള നേതാക്കൾ കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡ്, അതായത് കെ.സി. വേണുഗോപാലും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായിട്ട് അടുപ്പമുള്ളവരോട് അവർ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് വി.ഡി. സതീശനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണം, നേതാവ് സ്ഥാനത്ത് നിന്ന്. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായി തുടരുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് UDF-ൽ കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. അതായത് കംപ്ലീറ്റ് പിച്ച് മാറുകയാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ താല്പര്യം, അതായത് കോൺഗ്രസ് പാർട്ടിക്കകത്തൊരു സാധാരണ മെമ്പർ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം പാണക്കാട് പോയിട്ട് അവിടുന്ന് ആശീർവാദം മേടിച്ചിട്ട് വേണം കോൺഗ്രസ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ. അതാണ് UDF-ൻ്റെ അതേ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും ആന്റണി ഇരുന്ന സമയത്തും കരുണാകരൻ, പക്ഷെ അത്രമാത്രം പോയിട്ടില്ല. ഈ റൂള് തന്നെയാണ് ഫോളോ ചെയ്തിരുന്നത്. അപ്പം ഈ പോയിരുന്ന മുസ്ലിം പ്രീണനം, അതായത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുള്ള പ്രീണനം, അവർ പറയുന്ന ആൾക്കാരെ കോൺഗ്രസ് ഭരിക്കുവാണെങ്കിൽ എവിടെയൊക്കെ കലക്ടർ ആക്കണം, SP ആക്കണം, അവർ പറയുന്നവരെയാണ് തീരുമാനിക്കേണ്ടത്. മലപ്പുറം ജില്ലയിലും വടക്കൻ ജില്ലകളിലും മാത്രമൊന്നുമല്ല, കേരളത്തിൽ എല്ലായിടത്തും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം അതിന് തടയിടാനുണ്ടായ ഈ സതീശൻ്റെ ഒരു മാസ്റ്റർ സ്ട്രോക്ക്, അതായത് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് പ്രധാന കാരണം ഈ മുനമ്പം ഇഷ്യൂ തന്നെയാണ്. ഇപ്പം നിങ്ങൾ ചോദിക്കും മുനമ്പം ഇഷ്യൂ ഇതുമായിട്ട് എന്താ കണക്റ്റഡ്? ഈ മുനമ്പം ഇഷ്യൂവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ, അതായത് പ്രത്യേകിച്ച് കാത്തലിക് സഭകളും പ്രൊട്ടസ്റ്റന്റ് സഭകളും മറ്റുള്ള സഭകളും ലാറ്റിൻ കാത്തലിക്കും, ഇവരെല്ലാം വളരെ ശക്തമായിട്ട്, കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വഖഫുമായിട്ട് ലീഗുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇത് അവരുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. അതിനകത്ത് ലീഗ് എടുത്ത നയം, ഒന്ന് പറയുന്ന ഒന്ന്, പ്രവർത്തിക്കുന്ന ഒന്ന്, ഇതൊക്കെ കാരണം കൊണ്ട് കേരളത്തിലെ മറ്റൊരു ന്യൂനപക്ഷമായ ക്രൈസ്തവ അവരതിശക്തമായ പ്രതിഷേധത്തിലായി. കാരണം മനസ്സിലാക്കണം, ഈ കോൺഗ്രസ് പാർട്ടിയെ അവിടെ പലയിടത്തും ജയിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ക്രൈസ്തവരാണ്. ഈ ക്രൈസ്തവർ തിരിയാൻ തുടങ്ങി. അത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഇത് BJPക്ക് അനുകൂലമായിട്ട് പോകാൻ തുടങ്ങി. പിന്നെ ഹമാസിൻ്റെ ഇഷ്യൂ, മറ്റു പല ഇഷ്യൂ, ഇസ്രായേലിനെതിരെയുള്ള കേരളത്തിലുള്ള ആൻറ്റി സെമറ്റിസം, അങ്ങനെ പല 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 ഇഷ്യൂസ് ഉണ്ട്. ഒരു ഇഷ്യൂ അല്ല, പല ഇഷ്യൂ ഉണ്ട്. അതായത് ഇത് മുസ്ലിം ലീഗിനകത്ത് കൂടിയിരിക്കുന്ന ഈ മത തീവ്രവാദികൾ, അവരുടെ താല്പര്യം. അപ്പം അതിനെ എല്ലാം കൂടെ ബാലൻസ് ചെയ്ത്, കാരണം അവർ പറയുന്നതാണ് കോൺഗ്രസ് നടപ്പിലാക്കേണ്ടത്. അവർ പറഞ്ഞാൽ മാത്രമേ, അവരാണ് ഉദ്ദേശിക്കുന്ന ആരൊക്കെയാണ് കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് ആവണം, ആരൊക്കെ ജയിക്കണം, ആരൊക്കെ തോൽക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. നിങ്ങൾക്കറിയാം ഈ PV അൻവറും MR അജിത് കുമാറുമായിട്ടുള്ള പ്രശ്നം. അപ്പം നേരത്തെ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത് ബേസിക്കലി PV അൻവർ എന്ന് പറയുന്നത് ഈ ഇടതുപക്ഷ പാർട്ടിക്കകത്ത് സ്വതന്ത്രനായിട്ട്, CPM-ന്റെ സ്വതന്ത്രനായിട്ട് നിന്ന് ജയിച്ച് അയാളുടെ ഒരു ബിസിനസ് രീതി എന്ന് പറയുന്നത്, അതായത് പൊളിറ്റിക്കൽ ബിസിനസ് എന്ന് പറയുന്നത് മറ്റു പലതും ഉണ്ട്. ഇപ്പം അൻവറിൻ്റെ സ്റ്റേറ്റ്മെന്റ് തന്നെ ഉണ്ട്, അദ്ദേഹത്തിന് നയാ പൈസ ഇല്ല മത്സരിക്കാൻ വേണ്ടി, അതുകൊണ്ട് മത്സരിക്കുന്നില്ല. പിന്നീട് പെട്ടെന്ന് അത് മാറ്റിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർ 500 രൂപയും 5000 രൂപയും 10000 രൂപ കൊടുത്തിട്ടാണ് അൻവർ കയറി മത്സരിക്കാൻ പോകുന്നത്. നെവർ. ഇതിനകത്ത് മുസ്ലിം ലീഗിൻ്റെ അതേപോലെ മത തീവ്രവാദികളുടെ ബാക്കപ്പ് ഉണ്ടായി. അവർ സാമ്പത്തികമായി സഹായിക്കാമെന്ന് പറഞ്ഞു.
അതിൻ്റെ പേരിലാണ് അൻവർ അവിടെ തൃണമൂൽ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതായത് മനസ്സിലാക്കുക, മുസ്ലിം ലീഗിന്റെ അജണ്ടയും മതതീവ്രവാദികളുടെ അജണ്ട എന്ന് പറയുന്നത് ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കുക. ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കുമ്പോൾ അവർ തോൽപ്പിക്കുന്ന VD സതീശിനെ കൂടാണ്. ഇതാണ് ആ ഗെയിം പ്ലാനർ എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ പറയുന്ന സതീശിനെ മാറ്റിയിട്ട് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാക്കണം, അല്ലെങ്കിൽ അവർ UDF നിന്നും പോകുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കും. ആ രീതിയിലോട്ട് ചർച്ചകൾ മാറി. അപ്പൊ ഇത്രമാത്രം മുസ്ലിം ലീഗിനും അൻവറിനും ഈ ഇത്രമാത്രം ഇഷ്യൂ ഉണ്ടാകാൻ ഈ MR അജിത് കുമാറിനെതിരെ ഇതിനുള്ള പ്രശ്നം ഉണ്ടാകാനുള്ള കാരണമുണ്ടല്ലോ. എന്തായിരിക്കും അതിന്റെ റീസൺ? അറിഞ്ഞിരിക്കേണ്ടത് മുസ്ലിം ലീഗിന് ഭരണമില്ല. നിങ്ങൾക്കറിയാം, സ്വർണ്ണക്കള്ളക്കടത്ത് ഏത് കമ്മ്യൂണിറ്റി ഉള്ളവരാണ് കൂടുതൽ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇവർക്ക് ലോക്കൽ കമ്മ്യൂണിറ്റി ലീഡേഴ്സിൻ്റെയും പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെയും അവിടെയുള്ള പോലീസിൻ്റെ സപ്പോർട്ടില്ലാതെ ഇത് തുടരാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇതിനെ പിണറായി വിജയൻ ഗവൺമെൻറ് നല്ല പോലീസ് ഓഫീസേഴ്സിനെ കൊണ്ടിരുത്തി. അതായത് അവിടെ മലപ്പുറം SP ആയിട്ട് ഒരാൾ വരുന്നു, അതേപോലെ അവിടെ DYSP ആയിട്ട് കോഴിക്കോടുകാരനൊരു ബെന്നി വരുന്നു. ഇവർ ശക്തമായ ആക്ഷൻ അങ്ങെടുത്തി. ആക്ഷൻ എടുത്തപ്പോൾ ആർക്കാണ് പ്രശ്നം ഉണ്ടായത്? ഈ അൻവറിനെയും ഈ മുസ്ലിം ലീഗിന്റെ ആൾക്കാർ തന്നെയാണ് ഇതിനകത്ത് പെട്ടുപോയത്. അതായത് അവരുടെ സാമ്പത്തിക സ്രോതസ് ഇല്ലാതായി. ഇതാണ് ഇഷ്യൂ. MR അജിത് കുമാറിനെതിരെ തിരിയാനുണ്ടായ കാരണം. ഉള്ള കള്ളക്കഥകളെല്ലാം വെച്ചങ്ങ് അനത്തി കൊടുത്തു. എന്നിട്ട് അജിത് കുമാർ RSSന്റെ ആളാണെന്ന് പറഞ്ഞു, തൃശ്ശൂർ പൂരം കലക്കിയത് അയാളാണെന്ന് പറഞ്ഞ്, തൃശ്ശൂരിൽ BJPയെ ജയിപ്പിച്ചത് അയാളാണെന്ന് പറഞ്ഞ്. അപ്പൊ അതിന് സപ്പോർട്ടീവായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, LDFന്റെ അകത്തെ CPI ആണെങ്കിലും മറ്റുള്ളവർ ഈ കൂട്ടത്തിനകത്ത് ഈ ഒരു കോർഡിനേഷൻ്റെ അകത്തങ്ങ് വന്നു. ഇതാണ് അതിൻ്റെ അകത്തുണ്ടായത്. ബേസിക്കലി അജിത് കുമാർ എടുത്ത ഗവൺമെന്റ് പോളിസിയുടെ ഭാഗമാണ്. പിന്നെ മറുഭാഗത്ത് സെൻട്രൽ ഗവൺമെന്റ് ഈ പറയുന്ന PFI അവരുടെ മണി സോഴ്സ് അങ്ങനെയുള്ള കാര്യത്തെ പിടിക്കാൻ തുടങ്ങി. ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇവർ പല പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും പല സംഘടനയാണെങ്കിലും ഇതിൻ്റെയൊക്കെ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ മുസ്ലിം ലീഗാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഇവർക്കൊക്കെ പൊളിറ്റിക്കൽ കവർ എന്ന് പറയുന്നത് എല്ലായിടത്തും കൊടുക്കുന്ന ലീഗ് തന്നെയാണ്. പക്ഷേ ലെഫ്റ്റ് ഭരിക്കുവാണ് ഗവൺമെൻറ്, അതായത് പിണറായി വിജയൻ ഗവൺമെൻറ് ആക്ഷൻ എടുത്തു. ഈ ആക്ഷൻ എടുത്ത സമയത്ത്, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ആക്ഷൻ ഒരു ഭാഗത്ത്, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മറ്റൊരു ഭാഗത്ത്. ഇതിനകത്ത് ഇവർ പെട്ടുപോയി. ഇപ്പം ഇതിൻ്റെ പേരിൽ നേരിട്ട് പിണറായി വിജയനെ പറയാൻ PB അൻവറിന് കഴിയത്തില്ല. അതിനയാൾ ടാർഗറ്റ് ചെയ്തയാളാണ് MR അജിത് കുമാർ. കാരണം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുത്ത് എത്ര കേസുകളാണ് രജിസ്റ്റർ ചെയ്ത്, എത്ര പേരെയാണ് പൊക്കിയത്. ഈ പൊക്കിയവരൊക്കെ ആരുടെ ആൾക്കാരാ? നിങ്ങൾ ഡേറ്റ എടുത്തു വെച്ച് നോക്കുക. ഈ ഹജ്ജിന് പോവുകയും ഉംറയ്ക്കൊക്കെ പോകുന്ന ഉസ്താദുമാർ, അവരൊക്കെയാണ് പല രീതിയിൽ ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗത്ത് വെച്ചാൽ ഗോൾഡ് കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നതിന് ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ഇതിനകത്ത് ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് ഈ പറയുന്ന പോലെ ഗോൾഡിൻ്റെ കച്ചവടം പിന്നെ ലാഭമല്ലാതായി മാറി. സ്റ്റേറ്റ് ഗവൺമെൻറ്റും പോലീസ് സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കും. ഇതിൽ 1-ാം നമ്പർ ശത്രുവായി PB അൻവറും MR അജിത് കുമാർ. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. കാരണം അവരുടെ ഗോഡ് ഫാദറായ മുസ്ലിം ലീഗിനും ഇവരുടെയൊക്കെ ലോക്കൽ പൊളിറ്റീഷ്യൻസിനും ഇവരുടെ ബന്ധുക്കൾക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ട്. പക്ഷെ അത് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, ഇതുമായിട്ട് കൂടുതലായിട്ട് മുന്നോട്ട് പോയിട്ട് ആരാണിത് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഇതിനെപ്പറ്റിയുള്ള ഇൻവെസ്റ്റിഗേഷൻ എല്ലാം നടക്കത്തില്ല. കാരണം പൊളിറ്റിക്കലി വെൽ കണക്റ്റഡ് ആണിത്. ഇപ്പം ലീഗിൻ്റെ പല നേതാക്കൾക്കൊക്കെ LDF ആയിട്ടും പിണറായി വിജയനായിട്ടൊക്കെ ബന്ധമുണ്ട്. ഇതാണ് അതിൻ്റെ കാരണം. ഇനി അടുത്ത കാര്യം, അതേപോലെ തന്നെ കേരളത്തിൽ ഈ ഡ്രഗിൻ്റെ ബിസിനസ്, അത് ഏറ്റവും കൂടുതൽ അതിൻ്റെ പെഡലേഴ്സ് ആരായിരുന്നു. ആൾക്കാരെ പിടിച്ചു, ഓരോ അവിടുന്ന് പിടിക്കുന്നു, അവരെ പിടിക്കുന്നു, ഇവരെ പിടിക്കുന്നു. കേരളത്തിലൊരു പ്രത്യേക കമ്മ്യൂണിറ്റി ഇപ്പോൾ 100 പേരെ പിടിച്ചു കഴിഞ്ഞാൽ 85 പേരും കേരളത്തിലൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ആൾക്കാരാണ് പ്രതികളായിട്ട് വരുന്നത്. എല്ലാവരും കാണുക ഈ സംഭവം, ഇത്രയും പേര് വരുന്നു, ഇത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരാണ് ഇതിൻ്റെ പെഡലേഴ്സും ഡ്രഗിൻ്റെ ഡീലേഴ്സും എല്ലാം തന്നെ. അതായത് നിങ്ങൾ ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ് ആണെങ്കിലും മറ്റേ ഡ്രഗ് ആണെങ്കിലും എന്ത് പുല്ലാണെങ്കിലും ഇപ്പം ഇതിനകത്ത് പെഡലേഴ്സും കച്ചവടം. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്കൊക്കെ ഒരു ഗോഡ് ഫാദർ ഉണ്ട്. അതിനെതിരെ പിണറായി വിജയൻ ഗവൺമെൻറ് ആക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ
ഉറപ്പായിട്ടും ആ ബിസിനസ് ഏതായാലും ഒരു കഴിഞ്ഞ 5 മാസം മുമ്പ് ഉണ്ടായിരുന്ന ഡ്രഗ് അത്ര ഇന്ന് കേരളത്തിൽ ഇല്ല. അതൊരു 40% വരെ കുറയാൻ കാരണമായ, കാരണം ഗവൺമെന്റും പോലീസും അതിശക്തമായ ആക്ഷനാണ് എടുത്തത്. അതിൽ പിണറായി വിജയൻ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവത്തുള്ളൂ. കാരണം ഞാൻ കേസുകൾ മുഴുവൻ എടുത്തു നോക്കിയ ഡാറ്റ, അതിനകത്തും പിടിക്കപ്പെട്ട ഇവരാണ്. ഇപ്പം ഇതിൻ്റെയൊക്കെ ഇവരൊക്കെ ഗോഡ് ഫാദറായിട്ട് ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുകയും പോലീസിനെ വിളിച്ചു പറയുകയൊക്കെ ജാമ്യമോ അതും ഇതും, ഇതിനൊക്കെ ആൾക്കാരുണ്ട്. ഇപ്പം ആരാ ഇത് ചെയ്യുന്നത്? അവർക്ക് അവരുടെയൊക്കെ തലതൊട്ടപ്പനായ പല ആൾക്കാരും ഉണ്ട്. നിങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് സ്വർണ്ണക്കച്ചവടം സംഭവമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് പിടിയിലായി നോക്കുമ്പം PV അൻവറൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. കാരണം ഇവരെ പലയിടത്ത് സംരക്ഷിക്കാൻ വേണ്ടി പലതും ചെയ്തു കൊടുത്തു. എന്നിട്ട് ഈ പല പോലീസ് ഓഫീസേഴ്സിനെ കള്ളക്കേസിൽ കുടുക്കി, അതായത് BP ബെന്നി ഉൾപ്പെടെയുള്ളവരെ പെൺ കേസിലും ആ കേസിലും കുടുക്കി ഇവരെ താറുമാറാക്കാനും ശ്രമിച്ചു. ആ സമയത്തൊക്കെ കേരള പോലീസും ഗവൺമെൻറ് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ശക്തമായിട്ട് പോലീസിൻ്റെ കൂടെ നിന്നു. ഇതാണ് സംഭവം. എന്തുതന്നെ കേരള പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഈ PV അൻവർ, അവരുടെ ഒരു ആവശ്യമായിരുന്നു. ഒരു ദിവസം അയാളെ അറസ്റ്റ് ചെയ്യുക, ജാമ്യം കൊടുക്കട്ടെ. അതിനുവേണ്ടി ചെയ്ത കേസൊക്കെ വളരെ സിമ്പിളാണ്. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആരുടെ ബിസിനസ്സിനെയാണ് ബാധിച്ചത്? ബിസിനസ്സിനെ ബാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് PV അൻവറിൻ്റെ പണമില്ലാതായത്. അത് പിന്നീട് ഈ സുഡാപ്പികളും ലീഗും മറ്റുള്ളവരൊക്കെ ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്ന കാൻഡിഡേറ്റാണ് PV അൻവർ വീണ്ടും മത്സരിക്കുക. അപ്പം അതിനെല്ലാ സഹായവും ഈ പറയുന്ന ഈ മതതീവ്രവാദികളും ജമാഅത്ത് SDP ഈ പറയുന്ന ലീഗും ബാഹ്യമായിട്ടല്ല നേരിട്ടുള്ള സപ്പോർട്ട് അവർ മുമ്പിൽ കാണുമ്പോൾ UDFിൻ്റെ കൂടെ ആയിരിക്കും. അവർക്ക് എങ്ങനെയെങ്കിലും ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കണം, ഇത് മാത്രം അജണ്ട. ഇതിനകത്ത് അവർ അടിക്കാൻ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ VD സതീശൻ. കാരണം സതീശൻ്റെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്. സതീശനും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർക്കും പിടികിട്ടി ഈ ഒരു പോക്ക് UDFിൻ്റെ പോക്ക് പോവുകയാണെങ്കിൽ കൃത്യമായിട്ടും 2024 UDF അധികാരത്തിൽ വരത്തില്ല. ക്രൈസ്തവ വോട്ടുകൾ മാറിപ്പോകും. അത് കൺസോളിഡേറ്റ് ചെയ്യുവാൻ വേണ്ടി BJP അപ്പുറത്ത് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു പോളിസി ചേഞ്ചാണ് ബേസിക്കലി മുസ്ലിം ലീഗിന് അടിയായത്. നിങ്ങൾ പാലക്കാട് കണ്ടോ, രാഹുൽ മാങ്കൂട്ടത്തിലെ ആരെ ജയിപ്പിച്ച ഏറ്റവും കൂടുതൽ വോട്ടിന്? ഈ പറയുന്ന മത തീവ്രവാദികൾ ഒന്നടങ്കം നിന്നാണ് ഇത്രയും വോട്ട് കൊടുത്ത് അയാളെ ജയിപ്പിച്ചത്. കാരണം അവരുടെ ആളാക്കി മാറ്റി. ഇതേപോലെ അവർക്ക് അവരുടെ ആളായിട്ടൊരു ക്രിസ്ത്യാനിയെ വേണം. അതിനാണ് VS ജോയിയുടെ പേര് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. അല്ലാതെ ക്രിസ്ത്യാനിയോടുള്ള സ്നേഹമൊന്നും അല്ല. ഇത് ആദ്യം അങ്ങ് മനസ്സിലാക്കുക. ഈ സംഭവങ്ങൾ ഓരോന്നായിട്ട് പുറത്താവുകയാണ്. ഇവരുടെ ഒരു ശത്രുവായിട്ട് സതീശൻ മാറി, പെട്ടെന്ന് രമേശ് ചെന്നിത്തല അവരുടെ മിത്രമായിട്ട് മാറുന്നു. രമേശ് ചെന്നിത്തല അടുത്ത പ്രതിപക്ഷ നേതാവാക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം നടക്കുന്ന ഗെയിമാണ്. അപ്പം ഈ ഗെയിമിനകത്ത് കോൺഗ്രസ് പാർട്ടി എത്രമാത്രം ഇവരോട് ഫ്ലെക്സിബിൾ ആകും എന്നുള്ളതാണ് വരാനുള്ള ദിവസം കാണാൻ പോകുന്നത്. കാരണം ഇവർ അജണ്ടയായിട്ട് പറഞ്ഞിരിക്കുന്ന സതീശനെ മാറ്റണം. കാരണം സതീശൻ ഈ കാര്യം, അതായത് നിലമ്പൂർ ഇലക്ഷനിൽ കൊട്ടിയടച്ചത് അൻവറിൻ്റെ വാതിലല്ല, മുസ്ലിം ലീഗിൻ്റെ വാതിലാണ് കൊട്ടിയടച്ചത്. പോകില്ലേ എന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. കാരണം ഇതിനകത്ത് ഉണ്ടായത് വളരെ കൃത്യമാണ്. ലീഗിനോട് കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കാൻഡിഡേറ്റിനെ ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ പിന്തുണച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടേണ്ട. അൻവറിനെ ഇവർ പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിനെ തടയിട്ടത് സതീശൻ തന്നെയാണ്. അതിനകത്ത് ഈ പറയുന്ന സുധാകരനൊന്നും ഈ പറയുന്ന ധൈര്യമൊന്നുമില്ല. സതീശന് കാരണം സതീശൻ ഈ പറയുന്ന എറണാകുളം ജില്ലക്കാരനാണ്. അയാൾക്കറിയാം അവിടെയുള്ള ക്രൈസ്തവരും അവിടെയുള്ള സതീശൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി ആണെങ്കിലും എറണാകുളത്തുള്ള കോൺസ്റ്റിറ്റ്യുവൻസി ആണെങ്കിലും ഇത് അവരെ ബാധിക്കാൻ പോവുകയാണ്. ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് സതീശനും KC വേണുഗോപാലും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒരു തീരുമാനത്തിലോട്ട് പോകുന്നത്. അതിന് ഫുള്ളായിട്ട് സപ്പോർട്ട് സണ്ണി ജോസഫ് ചെയ്തു കൊടുത്തു. വീണ്ടും പറയാം, സുധാകരൻ്റെ ഈ പരിപാടി നടക്കത്തില്ല. കാരണം സുധാകരന് പോലും ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ വോട്ടില്ലാതെ അവിടെ കണ്ണൂർ ജയിക്കാൻ പറ്റത്തില്ല. ഇവിടെയാണ് പിച്ചുകളും ഗെയിമുകളും മാറുന്നത്. ഇതിനകത്ത് വരാനുള്ള ദിവസം ഉണ്ടാകാൻ അതായത് ഈ പറയുന്ന മുസ്ലിം ലീഗും ഈ മറ്റുള്ള മുസ്ലിം സംഘടനകളും ഒരുമിച്ച് അവരുടെ അജണ്ടയുടെ ഭാഗമായിട്ട് ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കുക. അവരതിന് മുഴുവനും ഫണ്ട് ചെയ്യാൻ അതിന് മുന്നോട്ട് വന്നിരിക്കുകയാണ്. PV അൻവറിനെ മുന്നിൽ നിർത്തി. ഈ ഗെയിം അവർ ജയിക്കുകയാണെങ്കിലും തോൽക്കുകയാണെങ്കിലും ഇവിടെ ഗെയിനർ എന്ന് പറഞ്ഞ സതീശനാണ്.
ഇതോടുകൂടി സതീശനോട് ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ക്രൈസ്തവർക്ക് ഒരു പ്രശ്നമില്ല എന്നായി. ഇത് സതീശൻ ഗെയിനറാണ്, ബേസിക്കലി ലൂസർ അല്ല. കാരണം എല്ലാ രീതിയിലുള്ള കോൺഗ്രസ് പുലർത്തിക്കൊണ്ടിരുന്ന ലീഗിന്റെ അവർ പറയുന്നത് തുടർന്ന് ആ സാധനത്തെ വെട്ടി ദൂരെ കിടക്കും. കൃത്യമായിട്ട് സന്ദേശം കൊടുത്തു, ഒരുമിച്ച് നിൽക്കാമെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഈ സന്ദേശം കൃത്യമായിട്ട് നിലമ്പൂരിൽ സതീശൻ കൊടുത്തു. ഇതാണ് ബേസിക്കലി ലീഗ് പെട്ടുപോയത്. ഇതിൻ്റെ അവരുടെ ഒരു പ്രോക്സിയായിട്ട് ഈ പറയുന്ന നിലമ്പൂരിൽ TV അൻവറിനെ ഉയർത്തിക്കാട്ടുന്നു. ഇപ്പം ഞാൻ ഈ പറയുന്ന പല പോയിന്റുകളുണ്ട്. ഈ പോയിന്റുകളായിട്ട് ക്ലബ്ബ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കിട്ടും. അവരുടെ ബിസിനസ്സും, ഇലിസിറ്റ് ബിസിനസ്സും, അതേപോലെ ഡ്രഗ് ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും ഈ ബിസിനസ്സിനെയൊക്കെ ബാധിച്ചു. കാരണം ഇവരുടെ ആൾക്കാർ മുഴുവനും അകത്തായി, ഈ പരിപാടി നടക്കാതായി. ഇതിൻ്റെ പേരിൽ പിണറായിയെ നേരിട്ടല്ലെങ്കിലും MR അജിത് കുമാറിനെ ഹാൻഡിക്യാപ്ഡ് ആക്കാൻ ശ്രമിച്ചു, പോലീസിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു, ലോ എൻഫോഴ്സ്മെന്റിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. അൾട്ടിമേറ്റ്ലി ഉണ്ടാകാൻ പോകുന്ന വിജയം എന്ന് പറയുന്നത് ഈ വരാനുള്ള സമയങ്ങളിൽ ഒന്നില്ലെങ്കിൽ മുസ്ലിം ലീഗ് നിൽക്കും, അല്ലെങ്കിൽ അവർ പുറത്തു പോകും. വരാനുള്ള ദിവസം ഉണ്ടാകാൻ പോകുന്ന കേരളത്തിലെ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് വളരെ വളരെ ക്രൂഷ്യലായിരിക്കും.